Guys, once again one more video from and welcome back to our channel YouTube. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തിനെക്കുറിച്ചാണ് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏകദേശം യൂസ് ചെയ്യുന്നവരിക്കും ഏകദേശം ഒരു 500 ഫോളോവേഴ്സ് ഉള്ളവർക്ക് പറ്റിയൊരു സ്പോൺസർഷിപ്പും ബേസ്ഡായിട്ട് ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയാകാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇൻഫ്ലുവൻസർ നിങ്ങൾക്കൊരു ബ്രാൻഡിൽ നിന്ന് സ്പോൺസർഷിപ്പ് കിട്ടാനും അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കാശ് ഉണ്ടാക്കാനും പറ്റുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു വെബ്സൈറ്റാണ്, ഇന്ത്യയിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞു തരാം. ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞങ്ങളുടെ തമ്മിലായിട്ട് ഓടിക്കണം. ഏകദേശം നല്ല രീതിയിൽ കുറച്ച് കാശെങ്കിലും മിനിമം ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ രീതിയിലുള്ള ഫോളോവേഴ്സിനെ വെച്ചിട്ട് ഉണ്ടാക്കും. കാരണം മെയിൻലി ബ്രാൻഡ്സൊക്കെ നോക്കുന്നത് ചെറിയ ഫോളോവേഴ്സ് ഉള്ളത് തന്നെയാണ് മെയിൻലി നോക്കുന്നത്. ഈ 1,00,000 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളവർക്കൊക്കെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് അവർക്കറിയില്ല ഏത് ടൈപ്പുള്ള വ്യൂവേഴ്സാണ് അവരുടെ വരുന്നത്, അവരുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, അവരുടെ ഫോളോവേഴ്സ് എങ്ങനത്തെ ഉള്ളവരാണെന്ന്. പക്ഷേ ഈ ചെറിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവർക്ക് ക്ലിയർലി അറിയാം അവരുടെ ഫോളോവേഴ്സ് ഇന്ന രീതിയിലുള്ളവരായിരിക്കും. ഒരു ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഫോളോവേഴ്സ് ആയിരിക്കും അവർക്ക് കൂടുതലുണ്ടാകുക. ഒരുപക്ഷെ ബ്യൂട്ടി ആണെങ്കിൽ ബ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഫോളോവേഴ്സൊക്കെ അവർക്ക് കൂടുതലുണ്ടാകും. അങ്ങനത്തെ ഒരു അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഏകദേശം ഒരു 500 ഫോളോവേഴ്സ് മിനിമം വേണം. അപ്പോൾ ആ വെബ്സൈറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ കണ്ട് ബെൽ ബട്ടൺ ഓൺ സെറ്റ് വയ്ക്കുക, അതുപോലെ ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ അടിക്കുക, അതുപോലെ കമൻറ്റ് അടിക്കുക. ഏകദേശം നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് QUNTUM ക്വാണ്ടം സ്പോൺസർ എന്നടിക്കുക. QUNTUM സ്പോൺസർ എന്ന വെബ്സൈറ്റിൻ്റെ പേര്. ഏകദേശം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ ബ്രാൻഡ്സൊക്കെ നമ്മൾക്ക് ഇതിൽ ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾക്ക് ലോഗിൻ ചെയ്യും. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വെച്ച് ലോഗിൻ ചെയ്യും. ഞാൻ ഇതിൽ ഏകദേശം നേരത്തെ സൈൻ ഇൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളൊരു ന്യൂ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, ഏതാണ് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വാലിഡ് ആണ്. അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസറായിട്ട് ഞാൻ നേരത്തെ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്ത് വെക്കുകയാണ്. സൈൻ ഇൻ ചെയ്ത് നിങ്ങളെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ കാണും അവൈലബിൾ ഓഫേഴ്സ് ഉണ്ട്. നമ്മൾക്ക് കിട്ടുന്ന സ്പോൺസർഷിപ്പിൻ്റെ ഇതാണ് അവൈലബിൾ ഓഫേഴ്സ് ഉണ്ട്. ഇനി ഇങ്ങനെ പെൻഡിങ് ഓഫേഴ്സ് ആൻഡ് സബ്മിറ്റഡ് പ്രപ്പോസൽ. നമ്മൾ ആ ഓഫേഴ്സിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പോസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ടിട്ട് അവരൊരു ബ്രാൻഡ് ഇറങ്ങിയിൽ 7 ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പെൻഡിങ് ആയിട്ട് എനിക്കൊന്നുമില്ല, ഞാൻ തുടങ്ങിയിട്ടാകെ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ വേറൊരു വ്യക്തി തുടങ്ങിയിട്ട് നല്ലപോലെ കാശ് ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റാണ് എനിക്ക് തരുന്നത്, ഒരു യൂട്യൂബറാണ്. ക്യാൻസൽ ആണ് കംപ്ലീറ്റ് പ്രപ്പോസൽ. നമ്മളിപ്പോൾ ഒരാളുടെ ഒരു ബ്രാൻഡിൽ നിന്ന് നമ്മളൊരു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, നമ്മുടെ പോസ്റ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഇൻഫ്ലുവൻസർ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യാം, ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഹൗ ദിസ് വർക്ക് അക്സെപ്റ്റ് ദ അവൈലബിൾ ഓഫർ ആൻഡ് സേവ് ദ ഇമേജ് ഓർ വീഡിയോ ടു യുവർ ഫോൺ ആൻഡ് കോപ്പി ദ ക്യാപ്ഷൻ. അപ്പോൾ നമ്മൾ അവർ തരുന്നൊരു വർക്ക് നമ്മൾ തരുന്നൊരു ക്യാപ്ഷൻ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അവർ തന്നെ ഹാഷ്ടാഗും അവർ തന്നെ അവരുടെ ബ്രാൻഡിൻ്റെ നെയിമും ക്ലിയർലി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഇമേജോ വീഡിയോ ആയിരിക്കും മിക്കവാറും അവർ തന്നെ. എന്നിട്ട് പ്രസ് ദ വെരിഫൈ ബട്ടൺ. ഈ കോണ്ടന്റ് സ്പോൺസർ എന്ന വെബ്സൈറ്റിൽ തന്നെ അവർ പ്രസ് വെരിഫൈ ബട്ടൺ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വരും. എന്നിട്ട് സ്റ്റാറ്റസ് കാണിക്കും. ഒരുപക്ഷെ പെൻഡിങ് ആയിരിക്കും, ഒരുപക്ഷെ ക്ലിയറിൽ വരും. അപ്പോൾ ഡോണ്ട് ഡിലീറ്റ്, അപ്ഡേറ്റ് ഓർ ചേഞ്ച്. ഇത് 7 ദിവസം വരെ നിങ്ങൾ ഡിലീറ്റും ചെയ്യാൻ പറ്റില്ല, ആ പോസ്റ്റ് അപ്ഡേറ്റും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആ ചേഞ്ചും വരുത്താൻ പറ്റില്ല. അപ്പോൾ ആഫ്റ്റർ 7 days നിങ്ങൾ ആ പോസ്റ്റ് ക്ലിയർലി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ എമൗണ്ട് ആയിട്ട് അവർ കോണ്ടന്റ് സ്പോൺസർ ആണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഫണ്ട്സ് പെൻഡിങ് ആയിട്ട് 0, എനിക്ക് $1 കിട്ടില്ല, എനിക്ക് ഓഫേഴ്സും കിട്ടില്ല, അവൈലബിൾ ആയിട്ട് എനിക്ക് ഒന്നും കിട്ടില്ല. പിന്നെ നിങ്ങൾ കാണിച്ചു തരാം, എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് സ്പെഷ്യാലിറ്റി. എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കാം, അതുപോലെ അഡ്രസ്സ് കൊടുക്കാം, അതുപോലെ പാസ്വേഡ് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ എനിക്ക് യുവർ കോണ്ടന്റ് സ്കോർ വന്നിട്ട് 23 പോയിൻറ്റ്. ഇതിൽ ഏകദേശം മാക്സിമം സ്കോർ അഡ്ജസ്റ്റഡ് നല്ലൊരു 11.5 സ്കോർ അവരുടെ ഒരു ഇത് കിട്ടും. അപ്പം നിങ്ങളുടെ ഒരു നല്ലപോലെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് നല്ലപോലെ കിട്ടും. പക്ഷേ എനിക്ക് ഏണിങ്സ് പെർ സൈനപ്പ്, എനിക്ക് സൈനപ്പിൽ തന്നെ എനിക്ക് എത്ര ഡോളർ കിട്ടിയെന്ന് ചോദിച്ചാൽ $0.05 എനിക്ക് കിട്ടിയിട്ടുണ്ട്, സൈനപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അക്യൂർഡ് ഏണിങ്സ് മിക്കവാറും കിട്ടണം. പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മുടെ ആരെങ്കിലും റെഫർ ചെയ്താൽ പോലും നല്ലപോലെ ഒരു ഏണിങ്സ് ഉണ്ട്. പിന്നെ ഇതിൽ അവർ റിക്വസ്റ്റ് റിവ്യൂ, നമ്മുടെ അക്കൗണ്ട് റിവ്യൂ ചെയ്തിട്ടും നമ്മൾക്ക് നല്ലപോലെ സ്പോൺസർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം വിഡ്രോ ചെയ്യണം, മാക്സിമം വിഡ്രോ എമൗണ്ട് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ വിഡ്രോ ചെയ്യും. അപ്പോൾ നല്ലപോലെ ബ്രാൻഡ്സൊക്കെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഓഫേഴ്സ് നമ്മൾക്ക് നല്ലപോലെ കിട്ടും. പക്ഷേ ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ബ്രാൻഡ്സ് ഏകദേശം ഇതിലേക്ക് ആശ്രയിക്കുന്നില്ല തോന്നുന്നു. പക്ഷേ മിക്കവാറും ചെറിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കോണ്ടന്റ് സ്പോൺസർ എന്ന വെബ്സൈറ്റിലാണ്. അപ്പോൾ നിങ്ങളിത് കയറണമെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും, അതിൽ കൊടുത്തിട്ട് നിങ്ങൾ കയറി വരണം. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം.
ഗൈസ്, നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ബ്രാൻഡ് വന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഇമ്പ്രഷൻ. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ബയോ ഒക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ, ഒരു ബയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടുപോകാൻ കുറച്ച് അട്രാക്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഒരു ഇൻഫ്ലുവൻസറുടെ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ കൊണ്ടുപോകുക. ഒരു നല്ല പിക്ചറും നല്ല ഇടുന്ന എന്താണ് പോസ്റ്റൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുക. ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് നല്ലപോലെ റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കുക, നല്ലപോലെ വ്യൂ സൈറ്റ്സ് ഉണ്ടാക്കാൻ നോക്കുക, നല്ലപോലെ ഇമ്പ്രഷൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ നിങ്ങളുടെ വ്യൂസൊക്കെ ഏജ് അതൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വ്യൂ ഇൻസൈറ്റ്സിൽ പോയി നിങ്ങൾക്ക് ക്ലിയർലി അറിയാം. അതൊക്കെ ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിവൈസിലേക്ക് അയക്കുക. കാരണം ഒരു ബ്രാൻഡിന് അയച്ചു കൊടുക്കുമ്പോൾ ഉപകാരപ്പെട്ടുകൊണ്ട് അവർക്ക് ക്ലിയർലി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചിട്ട് ഈ രീതിയിലാണ് ഈ വെബ്സൈറ്റിൽ നിന്നൊക്കെ കാശുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് മിക്കവാറും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസർ ആകാൻ പറ്റുന്ന ഒരു ബ്രാൻഡ്സൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഷ്ടപ്പെടുന്ന ചാനൽ മറക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോ കൂടെ കണ്ട് ബെൽ ബട്ടൺ ഓളൊന്ന് സെറ്റ് വയ്ക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഏകദേശം സൈനപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ടില്ല സൈക്കോ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ സൈനപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളും സൈനപ്പ് ചെയ്യാൻ നോക്കുക.